أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കുന്നതാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അല്പം വിശദമായ ചർച്ചകളാണ് നമ്മൾ ഏതാനും കുത്തുബകളിലൂടെ നിർവഹിച്ചത്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണക്കാക്കുന്നത് ഉപ്പയും ഉമ്മയും, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും ഉൾക്കൊള്ളുന്നതാണ് സാധാരണഗതിയിൽ ഒരു കുടുംബം എന്ന് പറയുന്നത്. പിന്നെ മക്കൾ വലുതായി വരുമ്പോൾ സ്വാഭാവികമായും അവർ വിവാഹം കഴിക്കുകയും മറ്റ് വീടുകൾ വെച്ച് കുടുംബമായി ജീവിക്കുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ദുനിയാവിൽ നമ്മൾ ഈ ഒരു കുടുംബത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഓരോ കുടുംബാംഗങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ അവഗണിക്കുന്നു എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ കൂടുതലായി നമ്മുടെ അറ്റാച്ച്മെന്റുകളും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെന്റുകളും പൊതുവെ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ വൃത്തത്തിലേക്ക് ഒതുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശാലമായി പറയുമ്പോൾ നമുക്കറിയാം, കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനീഷ്യലിലുള്ള ആളുകളൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളൊരു കുടുംബത്തിന്റെ ഒരു ചെറിയ ഒരു വൃത്തത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാര്, അതുപോലെ തന്നെ അവരുടെ മക്കൾ, ഇതാണ് സാധാരണ ഇതിലൊരു വീട്ടിലുണ്ടാകുക. അപ്പൊ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളുടെ അഭാവമോ അല്ലെങ്കിൽ അവരുടെ മരണമോ ഒക്കെയാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്യാറുള്ളത്. അത്തരം ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഇത്തരം ചെറിയ ഈ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ചെറിയ കുടുംബവുമായി ബന്ധപ്പെട്ട് അവിടെ ആ വീട്ടിലേക്ക് കൂടുവാനും ആ വീട്ടിലേക്ക് അണയുവാനും അവിടെ വരാനുമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇപ്പോൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവർ ലീവ് എടുത്ത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ മാതാപിതാക്കളെയും തങ്ങളുടെ ഭാര്യമാരെയും തങ്ങളുടെ മക്കളെയും ഒക്കെ കാണുവാനും അവരുടെ കൂടെ താമസിക്കുവാനാണ്. വിദേശങ്ങളിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്ന് മറ്റ് ദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വരുന്നത് അതിനാണ്. അപ്പൊ അത് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഈ കുടുംബം ഇസ്ലാം സൂചിപ്പിക്കുന്നത് നല്ല കുടുംബമായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നാണ്. നമ്മൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കുത്തുബകളിലൊക്കെ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾ, ഭാര്യയാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്ന കുടുംബ വ്യവസ്ഥ. അങ്ങനെ നല്ല വിശ്വാസം, നല്ല കറകളഞ്ഞ വിശ്വാസം, തൗഹീദും അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള അമലുസ്വാലിഹാത്തുകളും. അമലുസ്വാലിഹാത്തുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. നമ്മൾ കഴിഞ്ഞ കുത്തുബകളിലൊക്കെ സൂചിപ്പിച്ചു, നമുക്കറിയാവുന്ന സംഗതിയാണ്.
അമലസ്വാലിയാത്തുകളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവർത്തനം നമസ്കാരമാണ്. നമസ്കാരം, അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ നോമ്പ്, അതുപോലെ സക്കാത്ത്, ഹജ്ജ്, ഇതുപോലുള്ള നിർബന്ധിതമായ കാര്യങ്ങളും പിന്നെ നമ്മൾ ഐച്ഛികമായി ചെയ്യുന്ന ദാനധർമ്മങ്ങള്, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, മറ്റ് പുണ്യകർമ്മങ്ങള്, നമ്മുടെ സ്വഭാവങ്ങള്, നമ്മുടെ ഇടപെടലുകള്, നമ്മുടെ പെരുമാറ്റങ്ങള്, ഇതൊക്കെയാണ് സൽപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കറകളഞ്ഞ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മവും കൂടി ചെയ്താൽ സ്വാഭാവികമായും അവരെ കുറിച്ചാണ് നല്ല വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർക്കാണ് അള്ളാഹുവിന്റെ ശാശ്വതമായിട്ടുള്ള സ്വർഗമുള്ളത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തുൽ ജന്നാത്തുൽ ഫിർദൗസി നുസുല. സാധാരണ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ്. തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും. വിശ്വാസം മാത്രം പോരാ, സൽപ്രവർത്തനങ്ങൾ വേണം. എന്നാൽ സൽപ്രവർത്തനങ്ങൾ മാത്രം മതിയോ? അതും പോരാ. ആദ്യമായി വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസവും അതിനനുസൃതമായ സൽപ്രവർത്തനങ്ങളും ചെയ്താൽ കാനത്തുലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവന് പടച്ച തമ്പുരാൻ ശാശ്വതമായ നല്ല വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഈ വിരുന്ന്, ഈ സ്വർഗം നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ കുടുംബസമേതം ഇത്തരം നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഖുർആന്റെ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, എത്ര സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്, ദുന്യാവിലെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണത്. സ്വാഭാവികമായും കുറെ കാലം അകന്നു നിൽക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ആ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ ഒരാളെ യാത്ര അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗും ഒരാളെ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗും രണ്ടാണ്. ഒരാളിപ്പോ എയർപോർട്ടിലൊക്കെ നമ്മൾ യാത്ര അയക്കുമ്പോൾ നമുക്ക് വളരെ വിഷമാണ്. കാരണം അയാൾ നമ്മുടെ നാട്ടിൽ നിന്നും പോവുകയാണ്, വീട്ടിൽ നിന്നും പോവുകയാണ്. പക്ഷെ അതൊരു വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും പലരും കരഞ്ഞുകൊണ്ടാണ് യാത്ര അയക്കല്. പക്ഷെ ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നതാണ്. എന്നാൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശാശ്വതമായി നമ്മുടെ മക്കളുടെ കൂടെ, നമ്മുടെ ഇണകളുടെ കൂടെ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ശാശ്വതമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. ഇതാണ് നല്ല കുടുംബത്തോടു കൂടി ജീവിച്ചാൽ, നല്ല മനുഷ്യരായി ജീവിക്കുകയാണെങ്കിൽ എന്നെന്നും നമ്മുടെ മക്കളെ കണ്ട് നമുക്ക് ജീവിക്കാം. നോക്കി, എന്നെന്നും നമ്മുടെ ഇണകളോട് കൂടി നമുക്ക് ജീവിക്കാം, നമ്മുടെ മാതാപിതാക്കളോട് ഒരുമിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. സൂറത്ത് റഅദിലെ 23-ാമത്തെ വചനത്തിൽ അത് സൂചിപ്പിക്കുകയാണ്, ജന്നാത്തു അദിനിൻ, ശാശ്വതമായ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. ആരൊക്കെയാണ്? വമൻ സ്വലഹ മിൻ ആബാഇഹിം, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ പിതാക്കന്മാരുണ്ട്, നല്ല പിതാക്കന്മാർ, വഅസ്വാദിഹിം, അവരുടെ ഇണകളുണ്ട്, വദുരിയാതിഹിം, അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങളുമുണ്ട്. അപ്പൊ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഒറ്റക്കല്ല, നമ്മുടെ നല്ല മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇണകളുണ്ട്, നമ്മുടെ നല്ല മക്കളുമുണ്ട്. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ട് സ്വർഗത്തിൽ എല്ലാ കവാടങ്ങളിലൂടെയും അള്ളാഹുവിന്റെ മലക്കൾ വന്നുകൊണ്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കിതാ അള്ളാഹുവിന്റെ സമാധാനമുണ്ട്. അസ്സലാമു അലൈക്കും. മലക്കൾ വന്നുകൊണ്ട് ഇവരോട് പറയാണ്, നോക്കൂ നിങ്ങൾ, സ്വർഗവാസികളായ ആളുകള്, മാതാപിതാക്കള്, ഇണകള്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള് ഒരു ഒന്നിച്ച ആ സ്വർഗത്തിൽ പ്രവേശിക്കും. അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. എല്ലാ മാതാപിതാക്കളും എന്നല്ല, എല്ലാ ഇണകളും എന്നല്ല, എല്ലാ മക്കളും എന്നല്ല ഖുർആനിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആനിലൂടെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, വമൻ സ്വലഹ മിൻ ആബാഇഹിം വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാദിഹിം വദുരിയാതിഹിം. എല്ലാ മാതാപിതാക്കളുമല്ല, എല്ലാ മക്കളുമല്ല, എല്ലാ ഇണകളുമല്ല, ആ മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും നല്ലവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പൊ അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മള് മാതാവോ പിതാവോ ആയതുകൊണ്ട് കാര്യമില്ല,
അവർ നല്ലവരാകണം. നല്ലവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളായി സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച ആളുകളാവും സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്നത്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ സ്വർഗത്തിലില്ല എന്ന് ഖുർആൻ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, നോക്കണം നിങ്ങൾ, ഒരു തങ്ങളുട്ടിയാണ്, ഒരു പ്രവാചകന്റെ മകനാണ്. പക്ഷെ പ്രവാചകന്റെ മകനാണ് എന്നതുകൊണ്ടോ, ഒരു പ്രവാചകന്റെ ഉപ്പയാണ് എന്നതുകൊണ്ടോ, ഒരു പ്രവാചകന്റെ ഭാര്യയാണ് എന്നതുകൊണ്ടോ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അപ്പോ ആളുകൾ നന്നായത് കൊണ്ട് കാര്യമില്ല. അവരുടെ ഇണകളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും അവരുടെ പിതാക്കന്മാരാണെങ്കിലും അവരും കൂടി നന്നാകണം. ഇത് ഖുർആൻ നമുക്ക് കൃത്യമായി പറയാം. മഹാനായ പ്രവാചകൻ, അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാർ അവർ വിശ്വാസികളായിരുന്നില്ല. അപ്പൊ ഉപ്പമാര് നന്നായത് കൊണ്ടോ, മക്കൾ നന്നായത് കൊണ്ടോ, ഭർത്താക്കന്മാർ നന്നായത് കൊണ്ടോ, അല്ലെങ്കിൽ ഭാര്യമാർ നന്നായത് കൊണ്ടോ, നമുക്കറിയാം ആസിയ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണ് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചതാണ്. പക്ഷെ അവരുടെ ഭർത്താവ് ഫിർഔൻ നരകത്തിന്റെ അവകാശിയുമാണ്. ഇപ്പൊ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഓരോ വ്യക്തികളും, മാതാവും പിതാവും മക്കളും ഭാര്യയും ഭർത്താവുമെല്ലാം നല്ലവരായിക്കൊണ്ട് ദുന്യാവിൽ ജീവിക്കണം എന്നുള്ളത്. ഇനി ഖുർആൻ സൂചിപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. കർമ്മങ്ങൾ അല്പം കുറവാണെങ്കിൽ പോലും, ആലോചിക്കണം, കർമ്മങ്ങൾ അല്പം കുറവാണെങ്കിൽ പോലും വിശ്വാസത്തിൽ അവർ കരകളഞ്ഞ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ ഈ മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടി പടച്ച തമ്പുരാൻ അവരുടെ മക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. സൂറത്ത് തൂറിലെ 21-ാമത്തെ വചനം, വല്ലദീന ആമനു, എന്നാൽ ഇതാ സത്യവിശ്വാസികൾ, വത്തബഅതും ദുർരിയ്യത്തും ബീമാനിൻ, വിശ്വാസത്തോടുകൂടി അവരുടെ മക്കൾ അവരെ പിന്തുടർന്നു. മാതാപിതാക്കള്, ആ മാതാപിതാക്കളുടെ വിശ്വാസം, ശരിയായ വിശ്വാസം ഈ മക്കളിലുണ്ട്. പക്ഷേ മാതാവിന്റെയും പിതാവിന്റെയും അത്രമാത്രം കർമ്മങ്ങൾ ഇല്ല, കുറച്ച് കുറവാണ്. എങ്കിൽ പോലും അല്ലാഹ് സൂചിപ്പിക്കുന്നത് അല്ലക്കനാബിയും ദുരിയത്തവും, അവരുടെ മക്കളെ നാം ആ മാതാപിതാക്കളോട് ചേർക്കും നാളെ പരലോകത്ത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വമാ അലത്നാഹു മിൻ അമലിഹിം മിൻ ഷൈഇൻ, അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ കുറവ് വരുത്തുകയില്ല. കുല്ലിംജിഹിം ബിമാ കസബ റഹീൻ, എല്ലാ ഓരോ മനുഷ്യന്മാരും അവരുടെ പ്രവർത്തനത്തിന്റെ, അവർ അധ്വാനിച്ചതിന്റെ പണയം പെട്ടവരുമാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ നല്ലവരായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച സൂറത്ത് മുഅ്മിനിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ അർശിനെ കാക്കുന്ന, അർശിനെ താങ്ങുന്ന മലക്കുകളുടെ പ്രാർത്ഥനയാണ് സൂറത്ത് മുഅ്മിനിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ? വിശ്വാസത്തോടു കൂടി ഇവിടെ ജീവിച്ച്, കുടുംബസമേതം ജീവിച്ച്, നല്ല മനുഷ്യരായി ജീവിച്ച ആളുകളെ പടച്ചോനെ നീ അവരെ സ്വർഗത്തിലും ഒരുമിപ്പിക്കണേ, കുടുംബസമേതം സ്വർഗത്തിലേക്ക് കൊണ്ടുപോണേ. നമുക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ മലക്കൾ പ്രാർത്ഥിക്കുക. റബ്ബന, ഞങ്ങളുടെ രാധാ, നീ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശാശ്വതമായ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, വമൻ സലഹമിനാബായി, അവിടെയും അല്ലാഹു തആല അവിടെ ഒരു ഉപാധി വെക്കുന്നു. വമൻ സലഹമിനാബായി, അവരുടെ പിതാക്കന്മാരിൽ നിന്നും നല്ലവരെയും, നല്ല മനുഷ്യരെയും നല്ല പിതാക്കന്മാരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ ഇണകളെയും ഭാര്യയെയും ഭർത്താവിനെയും, വദുരിയാതിഹിം, അവരുടെ സന്താനങ്ങളെയും നീ തമ്പുരാനെ സ്വർഗത്തിൽ ഒരുമിച്ച് കുടുംബസമേതം അവരെ നീ ശാശ്വതമായ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദുന്യാവിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സന്തോഷവാന്മാരായി ജീവിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി ശാശ്വതമായ, അനന്തമായ, എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള, ഒരു തരം പ്രയാസങ്ങളുമില്ലാത്ത ശാശ്വതമായ സ്വർഗത്തിൽ നമ്മുടെ മക്കളോടൊത്ത്. ചില ആളുകളുടെയൊക്കെ മക്കൾ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടാവും, ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചു പോയ ആളുകളുണ്ടാവും. ആ കുട്ടികളുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ നമ്മൾ
കണ്ണിറയെ കാണാൻ നമുക്ക് സാധിക്കാതെ ഇവിടെ പറഞ്ഞ ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ജനിച്ച് നമുക്കൊരു ബുദ്ധി വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉമ്മമാര് മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ടാവും. ഈ ആളുകളുടെ കൂടെ വളരെ സന്തോഷകരമായി കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കേണ്ടത് കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത്. നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ പോകണം. കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ഒരു മുസ്ലിമിന്റെ, മൂമിനിന്റെ പരമമായ ലക്ഷ്യം. ഇതാ, വേറെ ഒന്നുമില്ല. നമ്മൾ സ്വർഗത്ത് പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെടുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തുവോ അവനാണ് വിജയി. അതാണ് യഥാർത്ഥത്തിലുള്ള ജയം. മറ്റൊന്നും ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ജയിക്കുന്നതോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് ജയിക്കുന്നതോ ഒന്നൊരു ജയമല്ല. പടച്ചോൻ പറയുന്നത് ശാശ്വതമായി, അനന്തമായി, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ശാശ്വതമായ സ്വർഗത്തിലേക്ക്, ആ സ്വർഗം കരഗതമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്കിവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട സംഗതി, നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ട സംഗതി എന്തായാലും ഞാൻ മാത്രം സ്വർഗത്ത് പോയാൽ പോരാ. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് പോലെ എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകാം. നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ 2-3 കുത്തുബകൾ നമ്മൾ കേട്ടു. നമ്മളെ മക്കൾ സ്വർഗത്ത് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിവിടെ ദുന്യാവിൽ അധ്വാനിക്കുന്നത് എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു ചാൺ വയറിന് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും നമ്മളെ മക്കൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയും നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ മക്കളെ നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗത്ത് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മക്കളോട് വേണ്ടുന്ന എങ്ങനെയെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറയണം, പഠിപ്പിക്കണമെന്ന് ഖുർആനും സുന്നത്തും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു ഖുതുബ കേട്ട് പോകാനല്ല, നമ്മളിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ ഈ കേൾക്കുന്ന സംഗതി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെ മക്കളെ നമ്മൾ നല്ല നിലക്ക് ഉപദേശിക്കണം. എങ്ങനെ മക്കളെ ഉപദേശിക്കണം എന്നൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയവരാ. അപ്പൊ അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ സത്യത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുള്ളൂ. ശരിയാവുന്നതും ശരിയാകാത്തതും വേറെ കാര്യം. പക്ഷെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴേ നമുക്കൊരു സന്തോഷത്തോടുകൂടി പോകാൻ പറ്റും. പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പ്രവാചകന്മാർ പോലും അവരുടെ മക്കളെ വിളിച്ച് ഉപദേശിക്കുന്നു മരണ സമയത്ത് പോലും. അപ്പൊ അത് നമ്മുടെ മക്കള് കേട് വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഞാനും നിങ്ങളും ആലോചിക്കുക. അപ്പൊ അതിന് അവസരം കിട്ടാതെ നമ്മളെ മക്കൾ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. നമ്മുടെ സ്വന്തം ബീജമാണ്. പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബീജമാണ്, നമ്മുടെ ചോരയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഒരു ഉമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ ശരീരത്തിൽ, ഗർഭാശയത്തിൽ 9 മാസവും ചില്ലാനും താമസിച്ച് ജീവിച്ച് വളർന്നവനാണ് ഒരു മകൻ എന്ന് പറയുന്നത്. ആ മകനോടുള്ള കടപ്പാട് ഒരു ഉമ്മയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും വലിയ കടപ്പാടാണ്. ലോകത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ തന്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ആരും സ്നേഹിക്കൂല. പ്രസിദ്ധനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ചരിത്രമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ നാട് വിട്ടുപോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ഒരു രാത്രി കടന്നു വരുന്നത്. പാതിരാത്രിയാണ് കടന്നു വരുന്നത്. അപ്പൊ പാതിരാത്രി കടന്നു വരുമ്പോ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. വാതിൽ തുറന്നു കൊടുത്തിട്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന് രാത്രി ഭക്ഷണം നീട്ടി കൊടുക്കുകയാണ്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിക്കുന്നുണ്ട്, അല്ലമ്മ ഞാൻ എങ്ങനെ വരുന്ന വിവരം നിങ്ങൾക്ക് അറിഞ്ഞത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞത് എന്താ അറിയോ? നീ എന്ന് ഈ വീട് വിട്ട് നാട് വിട്ടു പോയോ അന്ന് മുതൽ ഓരോ ദിവസവും നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാത്രി നിനക്കുള്ള ഭക്ഷണം ഇവിടെ വിളമ്പി വെച്ചിട്ട് നിന്നിട്ടുള്ളൂ. ഇതാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മക്കൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ചങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയല്ലോ, അവൻ എന്റെ ചങ്കാണ്, അവൻ എന്റെ മറ്റതാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ.
പക്ഷേ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് ഒരു ഉമ്മ മാത്രമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ എന്ന് റസൂലുള്ളാഹിയോട് സഹാബി ചോദിച്ചപ്പോൾ ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മയ്യു, പിന്നെ ആരോടാണ്? അപ്പോഴും റസൂലുള്ള പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും റസൂലുള്ള പറഞ്ഞത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എന്റെ കൊച്ചനുജന്മാരെ, നമ്മൾ ആലോചിക്കുക, ആ ഉമ്മയെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമോ ഒരു വാക്കോ ഒരു മകനിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു മകളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇതാ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് തഹ്രീമിൽ അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചിരിക്കുക, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇവിടെ ആദ്യമായി അള്ളാഹു പറഞ്ഞത് എന്താ? സ്വന്തം കാര്യ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആദ്യം നമ്മളെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ശരിയാകും. ആദ്യം നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നമ്മൾ ചെയ്യാം, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടാക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നരകത്തെ കുറിച്ചുള്ള പറയാണ്, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അവിടെ കഠിനഹൃദയരായ മലക്കുകളാണുള്ളത്. ആ മലക്കുകളാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവരല്ല. എന്താണോ പറഞ്ഞത് അക്ഷരം പ്രതി പാലിക്കുന്ന ആ പ്രകൃതമാണ് മലക്കുകൾക്കുള്ളത്. അവർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അങ്ങനെ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സന്തോഷത്തോടു കൂടി ഇവിടെയും നമ്മൾ ജീവിക്കണം. നമ്മൾ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ, പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണേ എന്ന് ദുന്യാവത്തെ കാര്യമാണ്. നാളെ പരലോകത്തിന് നമ്മളെ മക്കളെ നമുക്ക് കിട്ടണം, പരലോകത്തിന് നമ്മുടെ ഇണകളെ നമുക്ക് കിട്ടണം. അപ്പൊ അവരെ ഉപദേശിക്കേണ്ടുന്ന സന്ദർഭത്തിൽ ദുന്യാവിന് നമ്മൾ മാറ്റണം. ദുന്യാവിന്ന് നമ്മൾ സുബഹിക്ക് കടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ, നിസ്കരിക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ആ ഭർത്താവിന് പരലോകത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചുണർത്തണം, അവരെ നല്ല നിലക്ക് ഉപദേശിക്കണം. നമ്മളെ മക്കളെ നമ്മൾ പറയണം. തിരിച്ചും അങ്ങനെ തന്നെ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോ ശരിയായ വസ്ത്രമിടാതെയാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ പോരുന്നതെങ്കിൽ സ്നേഹത്തോടു കൂടി നമ്മൾ ഉപദേശിക്കണം. ഇത് പടച്ചവൻ ഹറാമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഹറാമിന്റെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ ഉപദേശിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ഹറാമിന്റെ മാർഗത്തിൽ എന്തെങ്കിലും കച്ചവടങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സ്നേഹപൂർവ്വം അവരെ ഉപദേശിക്കണം. ഇത് നമ്മുടെ നരകത്തിൽ പ്രവേശിക്കാനുള്ള മാർഗമായി മാറും, നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായി മാറും, സ്വർഗത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്ന കാര്യമായി മാറും. അതുകൊണ്ട് പൊന്നുമ്മ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. വിശ്വാസപരമായിട്ടുള്ള അപജയങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം മലയാള കുത്തുബ കേട്ടിട്ടും അത് ഉണ്ടാകാൻ നിൽക്കാൻ പാടില്ല. നമ്മുടെ ഭാര്യമാർ അത്തരം ആളുകൾ ഉണ്ട് എങ്കിൽ അവരോട് സ്നേഹപൂർവ്വം ഉപദേശിക്കണം. നമ്മൾ കൃത്യമായി പറയാ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാര്യമാർ 20, 30, 40 കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ചിട്ട്, നമ്മുടെ വീട്ടിൽ ജീവിച്ചിട്ട്, നമ്മുടെ കൂടെ കടന്നുറങ്ങിയിട്ട് ഇപ്പോഴും ശിർക്കൻ വിശ്വാസം അവരുടെ മനസ്സുകളിലുണ്ട് എങ്കിൽ നമ്മളും ചെറിയ കുറ്റക്കാർ അതിലല്ലേ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ശാശ്വതമായി സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നിലക്ക് ഉപദേശിച്ച്, നല്ല നിലക്ക് മക്കളോടാണെങ്കിലും ഇണകളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ഒക്കെ നല്ല നിലക്ക് ഉപദേശിച്ചുകൊണ്ട് നമ്മൾ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പടച്ച തമ്പുരാൻ സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.